ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ പാഠമായ ജീവജലം എന്ന പാഠത്തെക്കുറിച്ചാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്. വേറൊരു കാര്യമുണ്ടല്ലോ, മഴവെള്ള സംഭരണി. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കാം. അതിൻ്റെ മാതൃകയാണ് ഞാനിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം. ഞാൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. ഈ വീടിൻ്റെ ടെറസിന് മുകളിൽ വീഴുന്ന വെള്ളം എല്ലാം കൂടി ഈ പൈപ്പിലൂടെ ഇവിടെ എത്തുന്നു. ഇതിനെ പറയുന്നത് കിണർ റീചാർജിങ് എന്നാണ്. ഈ വെള്ളം എല്ലാം കൂടി കിണറ്റിലേക്ക് ശുദ്ധീകരിച്ചിട്ട് കിണറ്റിലേക്ക് പോകുന്നതിനാണ് കിണർ റീചാർജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശുദ്ധീകരിച്ചിട്ട് ഈ കുളത്തിലേക്കോ നമുക്ക് വെള്ളത്തെ വിടാം. ഇനി എൻ്റെ വീട്ടിൽ ഒരു മഴവെള്ള സംഭരണിയുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്. ഈ മുകളിലേക്ക് നോക്കൂ. ഈ വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം എല്ലാം കൂടി ഈ പൈപ്പിലൂടെ വന്നിട്ട് ഇതിലൂടെ പോകുന്നു. അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചിട്ട് നേരെ കുളത്തിലേക്ക് പോകുന്നു. നമുക്ക് കുളം കണ്ടാലോ? കുളത്തിലേക്ക് പോകാം. ഈ പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നത്. ഇതാണ് എൻ്റെ കുളം. ആ ശുദ്ധീകരിച്ച വെള്ളം എല്ലാം കൂടി ആ പൈപ്പിലൂടെ കുളത്തിലേക്ക് വരുന്നു. മഴക്കാലമായാൽ കുളത്തിൽ കുറച്ചും കൂടി വെള്ളം ശുദ്ധീകരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നു. ഇതേപോലെ നമുക്കും ഒരു മഴവെള്ള സംഭരണി ചെറുതായി നമുക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം. ഇത് കൂടാതെ ഈ ഷീറ്റിന് മുകളിലുള്ള വെള്ളം കൂടി ഈ കുളത്തിലേക്ക് വീഴുന്നു. മഴയായാൽ കുളത്തിൽ നല്ല വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഈ അടുത്ത് വെള്ളക്ഷാമം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മുകളിൽ വരെ വെള്ളം കയറാറുണ്ട്. നമ്മൾ വെള്ളം നല്ല രീതിയിൽ സംരക്ഷിക്കാനും കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമ്മൾ വെള്ളം ഒരിക്കലും പാഴാക്കരുത്. അത് അമൂല്യമാണ്.